ഹായ്, നാം ചെയ്തിരിക്കുന്നത് നാനോപ്ലാസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റിന് മുമ്പ് ഹെയർ വളരെ ഫ്രിസിയും ഡ്രൈയും സ്ട്രെങ്ത് കുറവുള്ളതുമായിരുന്നു. നാനോപ്ലാസ്റ്റിക് കഴിഞ്ഞതോടെ ഹെയർ സ്ട്രക്ചർ ഇംപ്രൂവ് ആയി. ഇപ്പോൾ ഹെയർ നല്ല സോഫ്റ്റ്, സ്മൂത്ത്, സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സബ്ജക്ട് ട്രീറ്റ്മെന്റ് അല്ല. നാനോപ്ലാസ്റ്റിയ ബോട്ടോക്സ് പോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം ഹെയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രം പോരാ, ശരിയായ ആഫ്റ്റർ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കൂ. അതുകൊണ്ടാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഗോദ്രേജ് കെരാകെയർ ഷാംപൂ ആൻഡ് മാസ്ക്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഗോദ്രേജ് കെരാകെയർ റെക്കമെൻഡ് ചെയ്യുന്നത്? സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ഫോമുല, കളേർഡ് ഹെയറിനും സേഫ് ആണ്. വൈറ്റമിൻ ഇ ആൻഡ് ഗ്രേപ്പ് സീഡ് ഓയിലും അടങ്ങി ഹെയറിനെ ഡ്രൈ ആക്കാതെ മോയ്സ്ചർ ലോക്ക് ചെയ്യുന്നു. കൂടാതെ ഫ്രിസ് കൺട്രോൾ ചെയ്ത് ഹെയറിനെ സ്മൂത്ത് ആൻഡ് മാനേജബിൾ ആക്കും. റെഗുലർ യൂസേജ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്? റിസൾട്ട് ലോങ് ടൈം നിലനിൽക്കും. ഹെയർ ബ്രേക്കേജ് കുറയും. ഹെയർ സ്ട്രെങ്ത് ഇംപ്രൂവ് ആവും. ഷൈൻ ആൻഡ് സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു ബ്യൂട്ടിഫുൾ ഹെയർ ആകുന്നത് ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രമല്ല, മറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ആഫ്റ്റർ കെയർ കൊണ്ടാണ് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് വരുന്നത്.